കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നിമിഷത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. തിരുവചന ചിന്തയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി ദൈവാത്മാവിന് കൈമാറിയ ഒരു ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെവിടെയായിരുന്നാലും പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കുക. നിശ്ചയമായും ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കൊരനുഗ്രഹമായിരിക്കും. ഈ കാലഘട്ടത്തിൽ തലമുറയുമായി ബന്ധപ്പെട്ട് വല്ലാതെ ഭാരപ്പെടുന്ന, അസ്വസ്ഥപ്പെടുന്ന അനേകരുണ്ട്. തലമുറ നിമിത്തം സ്വസ്ഥത ഇല്ലാതാകുന്ന അനുഭവം, സമാധാനം ഇല്ലാതാകുന്ന അനുഭവം. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ ഒരു സഹോദരി ദീർഘനാളുകൾ മച്ചിയായിരുന്നു, മക്കളില്ലാത്ത അനുഭവം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെയധികം സ്വപ്നങ്ങളും വളരെയധികം ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. ബാല്യകാലം മുതൽ യൗവനകാലം, വിദ്യാഭ്യാസം, നല്ല ജോലി, വിവിധ രാജ്യങ്ങൾ, പട്ടണങ്ങൾ, തക്കതായ തുണ, ഇതെല്ലാം ദൈവം നമുക്കൊരുക്കി തരുന്ന ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. എന്നാൽ ആ ദാനങ്ങളെല്ലാം നാം അനുഭവിക്കുമ്പോഴും ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കുന്നു എന്ന് നാം ഒന്നുകൂടെ നമ്മളെ തന്നെ ശോധന ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം നമുക്ക് ലഭിക്കുമ്പോൾ, നല്ലൊരു ജോലി നമുക്ക് ലഭിക്കുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. കുടുംബജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ തലമുറകൾ ജനിക്കുക എന്നുള്ളത്. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ നിരവധി ഭാഗങ്ങളിൽ തലമുറകളില്ലാതെ ദീർഘനാളുകൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേക മാതാപിതാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അതെ, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തന്ന പ്രതിഫലവുമാണ്. നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ റൈറ്റുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനം, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട ദൈവം പുരുഷന് തക്കതായ തുണയായി സ്ത്രീയെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരിൽ കൂടെ ദൈവം ആഗ്രഹിച്ചത് അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. നല്ല ദിവസങ്ങളിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തലമുറയില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് തലമുറകളെ തരും. നിങ്ങൾ തക്ക കാലത്ത് ഫലം കായ്ക്കത്തക്ക നിലയിൽ ഒരു ദൈവിക അനുഗ്രഹം നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാതെ കുടുംബജീവിതത്തിലായിരുന്ന പലരുമുണ്ട്, പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിൽ പോലുമായിരുന്നവർ. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു സെക്കരിയാവും എലിസബത്തും. ഇരുവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. കർത്താവിൻ്റെ സകല കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്നവരായിരുന്നു. എങ്കിൽ തന്നെയും എലിസബത്ത് മച്ചിയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ തിരിച്ചറിയുക, പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സെക്കരിയാവിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ പറയാം, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ കടാക്ഷത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ എലിസബത്തിന് ഗർഭമുണ്ടായി. ഒരു തലമുറ ജനിക്കുമ്പോൾ എലിസബത്ത് ഹൃദയം തുറന്ന് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ്റെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ ദൈവം എന്നെ കടാക്ഷിച്ചു. അതെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും, മറ്റുള്ളവർ അറിഞ്ഞാലും ഇല്ലെങ്കിലും, മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു നിന്ന, എന്നാൽ വിശ്വസിക്ക്, ആ നിന്നയെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. പഴയ നിയമ പിതാക്കന്മാരായിരുന്ന അബ്രഹാം ഏറിയ നാളുകൾക്ക് ശേഷമാണ് വാഗ്ദത്ത തലമുറയെ ദൈവർക്ക് നൽകിയത്.
ഇസ്ഹാക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയായ റിബേക്കയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൻ്റെ ഭാര്യ റിബേക്ക മച്ചിയായിരുന്നു, അവർക്ക് തലമുറയില്ലായിരുന്നു. എന്നാൽ ഇസ്ഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചത് നിമിത്തം യഹോവയായ ദൈവം റിബേക്കയ്ക്ക് സന്താനങ്ങളെ നൽകി. കർത്താവിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ ഇടയിലെ നിന്നം മാറ്റി എങ്കിൽ തന്നെയും തൻ്റെ ഉദരത്തിൽ വളരുന്ന 2 കുഞ്ഞുങ്ങൾ നിമിത്തം വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന ഒരു മാതാവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ റിബേക്ക ഇപ്രകാരമാണ് പറയുന്നത്: ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു? പലപ്പോഴും നമ്മുടെ ഉള്ളിലും മറ്റുള്ളവർ കേൾക്കുക അല്ലെങ്കിലും പലപ്പോഴും പ്രതിസന്ധികളും താങ്ങുവാൻ കഴിയാത്ത വേദനകളും പ്രതികൂലങ്ങളും കടന്നു വന്നപ്പോൾ, പ്രത്യേകിച്ച് തലമുറകളുമായുള്ള ബന്ധത്തിൽ അപമാനിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന മേഖലകളിൽ കൂടെ നാം കടന്നുപോയപ്പോൾ നാം എവിടേക്കെയോ ഈ പദം ഉപയോഗിച്ചില്ലേ? ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു? ജീവിക്കുവാൻ പോലും താല്പര്യമില്ലാത്ത അവസ്ഥ. അതായത് മരിച്ചാൽ മതി, എനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അനേക കണ്ണുനീരോടെ, അനേക വേദനയോടെ ദൈവദാസന്മാരായ ഞങ്ങളെപ്പോലുള്ളവരുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി വന്ന് അപേക്ഷിക്കുന്നത് മക്കളെ ചൊല്ലി ഈ ദിവസങ്ങളിൽ അവർ വിലപിച്ചു പറയുന്നൊരു വാക്കാണ്: ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു? അതേ പ്രിയപ്പെട്ടവരെ, ഈ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഉദരത്തിലാണ്. ഈ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ തമ്മിൽ തിക്കുണ്ടാകുന്നു. അതായത് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വസ്ഥതയില്ലാത്ത അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ ആരും അത്രയധികം വേദന അനുഭവിച്ച് കാണത്തില്ല. സാധാരണയായി കുഞ്ഞുങ്ങൾ ജനിച്ച് അവരുടെ വളർച്ചയിൽ അവരുടെ കുസുകൾ നിമിത്തം പലപ്പോഴും കുരുത്തക്കേടുകൾ കാണിക്കുമ്പോൾ നാം പലപ്പോഴും അവരെ വഴക്ക് പറയും, ശാസിക്കും. എന്നാൽ 2 കുഞ്ഞുങ്ങൾ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ മാതാവിന് സ്വസ്ഥതക്കേടുണ്ടാക്കുക, മാതാവിനെ ജീവിക്കുന്നത് എന്തിനാണ് എന്ന് പോലും തോന്നിപ്പിക്കുക. അപ്പോൾ എത്രമാത്രം ആ ഭാരം ആ മാതാവ് അനുഭവിച്ചു. താൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന തോന്നൽ തനിക്ക് ഉളവായപ്പോൾ മരിക്കാം എന്നല്ല അവൾ തീരുമാനിച്ചത്, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ചോദിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, മരണം ഒന്നിനും ഉത്തരമല്ല. ഉത്തരം തരുവാൻ ഒരാൾക്കേ കഴിയൂ, അത് നമ്മുടെ കർത്താവായ യേശുവാണ്. നിങ്ങൾ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ നിശ്ചയമായും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവൻ ഉത്തരം തരാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ഞാൻ എന്തിനാണ് കർത്താവെ ജീവിക്കുന്നത്? നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയം ഏതുമാകട്ടെ, എന്തുമാകട്ടെ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന ദൈവത്തോട് പറഞ്ഞാൽ മനുഷ്യന് പറയാൻ കഴിയാത്ത ഒരു സോഴ്സ്, ഒരു ഉത്തരം, ഒരു മറുപടി കർത്താവ് നിങ്ങൾക്ക് നൽകി തരും. അവിടെ ഹൃദയത്തിലെ വേദന സ്വർഗം മനസ്സിലാക്കി, അവിടെ പ്രാർത്ഥന സ്വർഗം കേട്ട് ദൈവം അവളോട് പറയുകയാണ്, നിന്റെ ഉദരത്തിൽ നിന്ന് 2 ജാതി, 2 വംശം. അതേ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പ്രശ്നത്തിൻ്റെ കാരണം? മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്തത്, ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്തത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ വന്ന് നിന്റെ വിഷയത്തെ പറയുമ്പോൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. അതാണ് 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ കാരണം നിന്റെ ഗർഭത്തിൽ 2 ജാതികളാണ്, 2 കുഞ്ഞുങ്ങളാണിത്. പക്ഷേ ഇത് 2 ജാതിയാണ്. അടുത്തത് 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന സ്ട്രഗിൾ, നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, നീ അനുഭവിക്കുന്ന കഷ്ടത, നീ അനുഭവിക്കുന്ന ഭാരം,
അതെന്തിനെന്ന് ചോദിച്ചാൽ, ഉദരത്തിൽ വെച്ച് തന്നെ രണ്ടും പിരിയേണ്ടതായിട്ടുണ്ട്, വേർപെടേണ്ടതായിട്ടുണ്ട്, മാറേണ്ടതായിട്ടുണ്ട്. അടുത്തത്, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. അതെ, ഏതെങ്കിലും ഒരു ജാതി ശക്തിപ്പെട്ടേ മതിയാകൂ. അവിടെ കൊണ്ട് തീരുന്നില്ല. മൂത്തവൻ ഇളയവനെ സേവിക്കും. സാധാരണ നിലവാരത്തിൽ നോക്കിയാൽ ആദ്യജാതനാണ് കരുത്തൻ, ആദ്യജാതനാണ് ശ്രേഷ്ഠൻ. പക്ഷേ ഇവിടെ കർത്താവിൻ്റെ വാഗ്ദത്തം, മൂത്തവൻ ഇളയവനെ സേവിക്കും. അതെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ദിവസങ്ങൾ നിങ്ങളെ അലട്ടുന്ന വിഷയം എന്തുമാകട്ടെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്നാൽ അവിടെ അതിന് മറുപടിയുണ്ട്. തലമുറയുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രാർത്ഥിച്ചും നേടിയ പല വാഗ്ദത്തങ്ങളും ഇന്ന് നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ കൈപ്പാക്കി മാറ്റുന്ന അനുഭവങ്ങൾ. എന്നാൽ അതിൻ്റെ 24-ാമത്തെ വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ. അതേ പ്രിയപ്പെട്ടവരെ, ഈ ദൂത് കേട്ടിട്ട് വീട്ടിൽ പോയി അവൾ പ്രസവിച്ചു എന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിനൊരു കാലമുണ്ടായിരുന്നു. ആ കാലം അത്രയും പിന്നെ അവൾ ചോദിക്കേണ്ടി വന്നില്ല, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ഞാൻ എന്തിനാണ് ഇങ്ങനെയായാൽ ജീവിക്കുന്നത്. പിന്നെ അവൾ ചോദിക്കേണ്ടി വന്നില്ല. എന്താണതിൻ്റെ കാരണം? അവരുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ചോദ്യത്തിന് സർവശക്തനായ ദൈവം മറുപടി നൽകി. തലമുറയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ തല ഉയർത്തുവാൻ കഴിയാതെ നിന്ദിക്കപ്പെട്ട് നിരാശപ്പെട്ട് ജീവിതത്തിൽ ഇനിയൊരു തിരിച്ചുവരവില്ല. കർത്താവ് ഇതിനു വേണ്ടിയായിരുന്നോ ഇത്രമാത്രം ഞാൻ വില കൊടുത്തത്? മനുഷ്യരുടെ ഇടയിൽ നിന്ന രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ, അപവാദങ്ങൾ സഹിച്ചത് ഇതിനു വേണ്ടിയായിരുന്നോ? നിരാശപ്പെടരുത്. ഈ ദിവസങ്ങളിൽ ഇങ്ങനെയായ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ കാണും. എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധി മുട്ടുമടക്ക്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് സ്വർഗത്തിന് ദൈവം മറുപടി പറയും. അതെ, അവിടെ പ്രസവകാലം തികഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, 2 കുഞ്ഞുങ്ങൾക്ക് അവൾ ജന്മം നൽകി. അതേ പ്രിയപ്പെട്ടവരെ, അവിടെ ഉദരത്തിൽ കിടന്നപ്പോൾ വളരെയധികം പ്രതിസന്ധി അവൾ അനുഭവിച്ചു. ആര് നിമിത്തം? ആ കുഞ്ഞുങ്ങൾ നിമിത്തം. എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ വളർച്ച നിങ്ങൾ നോക്കിയാൽ, ഇസ്ഹാക്കിൻ്റെ ഭവനത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ തിരിച്ചാൽ, ഇല്ല, ആ ഭവനത്തിൽ സ്വസ്ഥതയുണ്ട്, ആ ഭവനത്തിൽ സമാധാനമുണ്ട്, ആ ഭവനത്തിൽ ഐക്യതയുണ്ട്. എങ്ങനെയുണ്ടായി ഐക്യത? 2 വംശങ്ങളെ ഉദരത്തിൽ വെച്ച് തന്നെ എൻ്റെ ദൈവം തിരിച്ചു. അതാണ്, ഒന്നാമത്തവൻ വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയുമായി, അടുത്തവൻ സാധുശീലനും കൂടാരവാസിയുമായി. ഈ ദിവസങ്ങളിൽ നിന്നെ സ്വസ്ഥതയെ കെടുത്തുന്ന, സമാധാനത്തെ കെടുത്തുന്ന, സന്തോഷത്തെ കെടുത്തുന്ന, തലമുറയുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിനകത്ത് നീക്കുപോക്ക് തരാൻ കർത്താവിന് കഴിയും. ഉറക്കമില്ലാതെ, ജോലി നഷ്ടപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട്, കുടുംബത്തിൻ്റെ മഹിമ നഷ്ടപ്പെട്ട്, സൽപ്പേരുകൾ നഷ്ടപ്പെട്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. നിരാശപ്പെടേണ്ട. മനുഷ്യനോട് പറയാൻ കഴിയാത്ത വിഷയങ്ങളും ദൈവത്തോട് പറയാൻ കഴിയും. കാര്യം, നീ ആഗ്രഹിച്ചിട്ടല്ല ദൈവം എനിക്ക് തലമുറയെ തന്നത്. അതേ, ഇസ്ഹാക്കിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട്, ദൈവം മച്ചിയായിരുന്ന എൻ്റെ ഭാര്യയ്ക്ക് തലമുറയെ കൊടുത്തെങ്കിൽ, തലമുറയെ നൽകി തന്ന ദൈവത്തിന് അവരെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ബൈബിൾ പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശം. മക്കളെ ചൊല്ലി വിലപിക്കുന്ന, കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, ഈ ദൂതേറ്റെടുക്ക്. നിന്റെ വിഷയത്തിന് മറുപടി തരാൻ യേശു ശക്തനാണ്. ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മാതാപിതാക്കളെ, സഹോദരങ്ങളെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട് തലമുറയെ ദൈവം നൽകി. വാഗ്ദത്തങ്ങൾ കൂടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട് ദൈവം വാഗ്ദത്തങ്ങൾ നൽകി. എന്നാൽ ആ വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണമായ അനുഭവം ജീവിതത്തിൽ സന്തോഷമല്ല, ദുഃഖമാണ് പ്രദാനം ചെയ്യുന്നത്. എന്തിന് ജീവിക്കണം എന്ന് പോലും തോന്നത്തക്ക നിലവാരത്തിൽ
വല്ലാതെ ഭാരപ്പെടുന്ന അനേകർ, യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സമാധാനം, ദൈവിക സന്തോഷം അവരിലേക്കുണ്ടാകട്ടെ. ദൈവിക വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ മക്കൾ അനുഭവിക്കട്ടെ. ഞാനിവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മ, അത്ഭുതം, അനുഗ്രഹം ഇവരുടെ മേൽ കൈമാറുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മുഷിഞ്ഞു പോകരുത്. കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. വിശ്വസിക്ക്. ദൈവം നിങ്ങളെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ.